അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ പാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ്റെ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ എല്ലില്ലാത്ത പീസ് ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഉടച്ച് നല്ല ചെറിയ ചെറിയ പീസാകുന്നത് വരെ ഒന്ന് ഉടച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതിൽ എക്സ്ട്രാ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് സോസോ അല്ലെങ്കിൽ മയോണീസോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മയോണീസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊന്നും വൈറ്റ് സോസിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ മയോണീസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്യാനുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. വളരെ ലൂസായിട്ട് കലക്കിയ മൈദയാണിത്. ഇതൊന്ന് ചുട്ടെടുക്കാം, നൈസായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതേപോലെ നൈസായി ചുട്ടെടുത്ത ദോശയിലാണ് നമ്മളിപ്പോൾ മസാല ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ദോശ എടുത്ത് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒരു ബോക്സ് പോലെ ഒന്ന് മടക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മടക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായി ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഏത് ചീസായാലും കുഴപ്പമില്ല, ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എന്താണോ എടുക്കുന്നത്, മയോണീസാണോ എടുക്കുന്നത് അല്ലെങ്കിൽ വൈറ്റ് സോസാണോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചീസ് മെൽറ്റ് ആവുന്നത് വരെ, ചീസ് ഇട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കണം. ദോശയുടെ അടിഭാഗം ഒന്ന് ക്രിസ്പി ആയി വരുന്നവരെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അടിഭാഗമൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും. വിട്ടൊന്നും പോകാതെ ഓരോരോ പീസായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങോടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.